aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും എന്ന് 119 സങ്കീർത്തനം 32 വചനത്തിൽ നാം വായിക്കുന്നു. നമ്മുടെ ഉടയവനായ ദൈവം ഒരിക്കലും ഇടുക്കത്തിൻ്റെ ദൈവമല്ല. അവിടുന്ന് എല്ലായ്പ്പോഴും പുഷ്ടിയുടെയും നിറവിൻ്റെയും കവിഞ്ഞൊഴുക്കിൻ്റെയും പൂർണ്ണതയുടെയും ദൈവമാണ്. ലോകത്തിന് നൽകുവാൻ കഴിയാത്ത സന്തോഷം ദൈവം നമുക്ക് നൽകുന്നു. ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും എന്ന് യോഹന്നാന്റെ സുവിശേഷം 16 24 വചനത്തിൽ നാം വായിക്കുന്നു. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി എന്ന് 118 സങ്കീർത്തനം 5 വചനത്തിൽ നാം വായിക്കുന്നു. ദൈവം തരുന്നത് പൂർണ്ണമായാണ്, വിശാലമായാണ്. സമാധാനം നൽകുന്നത് പരിപൂർണമായാണ്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കുമെന്ന് ഫിലിപ്പിയ ലേഖനം 4 വചനത്തിൽ നാം വായിക്കുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് യോഹന്നാന്റെ സുവിശേഷം 14:27 നാം വായിക്കുന്നു. പാപങ്ങൾ ക്ഷമിച്ചു തരുന്നത് പരിപൂർണമായാണ്. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരുമെന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1 വചനത്തിൽ നാം വായിക്കുന്നു. കർത്താവിന്റെ ദയയും കരുണയും ആകാശത്തോളവും അവന്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്ന ദയയാണ്. അത് മാറിപ്പോകാത്തതാണ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അഹരോൻ ഗൃഹം പറയട്ടെ. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തർ പറയട്ടെ എന്ന് 118 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ നാം വായിക്കുന്നു. സകലതും വിശാലമായും പൂർണ്ണമായും നൽകുന്ന ദൈവം ജീവങ്കലുള്ള പാത ഇടുക്കമുള്ളത് എന്ന് പറയുന്നു. എന്നാൽ ദൈവം പിന്നീട് എത്തിക്കുന്നതോ വലിയ വിശാലതയിലേക്കാണ്. ആ വഴി കർത്താവാണ്. കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ ക്രൂശ് വഹിക്കണം. കർത്താവിൻ്റെ മക്കൾക്ക് കർത്താവിൻ്റെ ഓഹരിയായ ക്രൂശിന് അവകാശമുണ്ട്. നമ്മുടെ അപ്പോസ്തലന്മാർ എല്ലാവരും ഈ ഇടുക്കുവാതിലൂടെ ജീവന്റെ വിശാലമായ വഴിയിലേക്ക് കടന്നവരാണ്. കർത്താവ് തൻ്റെ ദേഹം എന്ന തിരശീല ചീന്തിയിട്ടാണ് ഈ പുതുവഴി തുറന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക എന്ന് എബ്രായ ലേഖനം 10:19 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ നാം വായിക്കുന്നു. ഈ വഴിയിൽ കൂടി നാം നടന്ന് ജീവന്റെ വിശാലതയുടെ വഴിയിലേക്ക് കടക്കണം.
ഈ വഴി ഞെരുക്കത്തിൻ്റെ വഴിയാണ്. എന്നാൽ ഞെരുക്കങ്ങളിലും ആനന്ദം നൽകുന്ന വഴിയാണ്. അത് നാം കാത്തു സൂക്ഷിക്കേണ്ട വഴിയാണ്. ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് 119 സങ്കീർത്തനം 14-15 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. യേശുവിൻ്റെ വഴിയിൽ കൂടി നാം തളരാതെ ഓടണം. സാധാരണ ഓട്ട മത്സരത്തിൽ ഒന്നാമനായി എത്തുന്നവനാണ് സമ്മാനം. എന്നാൽ ക്രിസ്തീയ ഓട്ടത്തിൽ ഫിനിഷിംഗ് പോയിന്റിൽ എത്തി ഓട്ടം തികയ്ക്കുന്നവർക്കെല്ലാം സമ്മാനമുണ്ട്. എല്ലാവരും ഓടിത്തുടങ്ങാറുണ്ട്. എന്നാൽ പൗലോസ് അപ്പോസ്തലനെ പോലെ ഓട്ടം തികയ്ക്കുക എന്നതാണ് പ്രധാനം. വഴിയിൽ വിഘ്നങ്ങൾ കാണാം. ലക്ഷ്യത്തോടെ തളരാതെ ഓടുക. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുമെന്ന് യശയ്യാപ്രവാചകന്റെ പുസ്തകം 40:31 നാം വായിക്കുന്നു. നാം ഓടുന്നത് വെറുതെയല്ല. ഞെരുക്കത്തിന്റെ വഴിയിലൂടെ ലക്ഷ്യം വെച്ച് ഓടി ഓട്ടം തികയ്ക്കുന്നവർക്ക് ദൈവം വിശാലത വരുത്തി ജീവകിരീടം നൽകുന്നു. അതിനാൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും എന്ന് ഫിലിപ്പിയ ലേഖനം 2:16 പറയുന്നു. പ്രശംസനീയമായ ജീവകിരീടം പ്രാപിക്കുവാൻ ക്രൂശിന്റെ വഴി തിരഞ്ഞെടുക്കാം. ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അതിർ വിശാലമാക്കാം. കരുണയുടെയും ദയയുടെയും അതിർ വിശാലമാക്കാം. സ്നേഹത്തിന്റെ അതിർ വിശാലമാക്കാം. നല്ല പോർ പൊരുതാം. ഓട്ടം തികയ്ക്കാം. അങ്ങനെ ജീവ കിരീടത്തിന് നമുക്കും അവകാശികളായി മാറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.